പിറ്റേ ദിവസമാകുന്നതിന് മുമ്പ് ഭരണാധികാരികളെ പദവിയിൽ ഒരു മനുഷ്യൻ വന്നു. നിങ്ങളുടെ ബെൽറ്റുകൾ, നിങ്ങളുടെ നിങ്ങൾക്ക് ലഭിച്ച ബെൽറ്റുകൾ നിങ്ങൾ അതിൽ നീക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. തയ്യാറാണെന്ന് പറഞ്ഞു. വലിയ സംഖ്യ കടമെടുത്തു. സുബ്ഹാനല്ലാഹ്, ധാരാളം പണം കൈയിലെത്തി. അപ്പോഴാണ് ചെറിയ പെൺകുട്ടിയോടൊക്കെ കരച്ചിലാണ്. നേരത്തെ അല്ലാഹുവിലേക്ക് ഭക്ഷണം തരുന്നത് ബാപ്പ കൈമാറുന്നവനല്ലേ എന്ന് ചോദിച്ച കുട്ടിയോടൊക്കെ കരച്ചിലാണ്. അവർ ചോദിച്ചു, കരയണം, സന്തോഷിക്കേണ്ട സമയമല്ലേ ഇത്? അപ്പോഴാണ് ആ കുട്ടിയുടെ മുൻപിൽ ഉമ്മ كيف بكنا البارك ضياء ونظر إلينا مخلوق نظرة واحدة فأغنانا بعد فقرنا والكريم الخالق إذا نظر إلينا لا يحزن إلى أحد طرفة عين اللهم انظر إلى أبينا وذكره بأحسن التدبير ഞാൻ പട്ടിണി കണ്ടവരല്ലേ നമ്മളിലേക്ക് രാജ്യം ഭരിക്കുന്ന ഒരു ഭരണാധികാരി നമ്മളിലേക്കൊരു നോട്ടം നോക്കിയിട്ടു ഒന്നും കഴിയില്ലാത്ത നമ്മളെ വലിയ ഐശ്വര്യക്കാരാക്കാൻ ആ രാജാവ് കഴിഞ്ഞില്ലേ? അദ്ദേഹം നമുക്ക് ധാരാളം തന്നില്ലേ? എന്നാൽ ആ രാജാവിനെ പടക്കറപ്പ്, ആകാശഭൂമികൾ പടക്കറപ്പ്, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും രാജ്യങ്ങളെയും പടക്കറപ്പ്, സത്യങ്ങളെയും മത്സ്യങ്ങളെയും പടക്കറപ്പ്, ഉറുമ്പിനും ആനക്കും ഭക്ഷണം കൊടുക്കുന്ന റബ്ബ്, ലോകത്തുള്ള മുഴുവനും പൊട്ടി വളർത്തുന്ന റബ്ബ്, ആ റബ്ബ് നമ്മിലേക്കൊന്ന് റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ അവൻ മറ്റൊരാളെയും നമ്മളെ ഏൽപ്പിക്കേണ്ടതില്ലല്ലോ. അവന് തരാൻ അവന്റെ ഖജനാവില്ലേ? എന്റെ ബാപ്പ കയ്യിലൊന്നുമില്ലാതെ പോയവരെന്റെ റബ്ബേ, എന്റെ ബാപ്പയിലേക്കും നിന്റെ നോട്ടം ഒന്ന് നോക്കണേ അല്ലാ. നിന്റെ വീടിന്റെ ചെല്ലത്തിൽ ഹജ്ജിന് വരാൻ, നിന്റെ വീട്ടിനടുക്കലെത്താ അതുകൊണ്ടാശിച്ച് മക്കളോടും ഭാര്യകളോടും സമ്മതം ചോദിച്ചിറങ്ങിയ എന്റെ ബാപ്പയ്ക്ക് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം. പോയി മാനവരെ കയ്യിലൊന്നുമില്ലല്ലോ. ബഹുമാനപ്പെട്ടവർ പോയി, ഹറാമിൽ പോയി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ രാജ്യത്തിൽ അച്ഛനോടുന്നവരുടെ കൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ യാത്രാ സംഘത്തിന്റെ നേതാവിനൊരു രോഗം. വൈദ്യന്മാരെ കുറെ അന്വേഷിച്ചു. യാത്രാ സംഘത്തുമായി പോകുമ്പോൾ ഒരു വൈദ്യനെയും കാണുന്നില്ല, ഒരു വൈദ്യനെയും കാണുന്നില്ല. നമ്മുടെ സൂര്യത്തിന്റെ അച്ഛന് വേണ്ടി കേരളത്തിൽ ആളുകളെ കൊണ്ടുപോകാറുണ്ട്. 700 ആളുകളെ നമുക്ക് കൊണ്ടുപോകാൻ സൗദി ഗവൺമെന്റിന്റെ ഇന്ത്യ രാജ്യത്തിന് പറഞ്ഞിട്ടുണ്ട്. 700 ആളുകളെ കൊണ്ടുപോകും. നമ്മൾ ഡോക്ടർമാരെയും കൂടെ കൊണ്ടുപോകാറുണ്ട്. ആർക്കെങ്കിലും വല്ല രോഗവുമായ അവരെ പരിരക്ഷിക്കാൻ, അവരെ ശുശ്രൂഷിക്കാൻ ഡോക്ടറുകളും കാരണങ്ങളുമായി ബന്ധപ്പെടാൻ അവ ലഭിച്ചതാണ്. കൊടുക്കുന്നവരും തരയുന്നവരും അവയാണെന്ന് ഉറപ്പിക്കുകയും വേണം. ഇരിക്കട്ടെ, ഇതുപോലെ ആ സംഘത്തിൽ ഡോക്ടർമാരൊന്നുമില്ല. അവിടെ വെച്ച് അവർ ചോദിച്ചു, ഏതെങ്കിലും ദുആക്കുത്തരം കിട്ടുന്ന മനുഷ്യരുണ്ടോ? ദുആക്കുത്തരം കിട്ടുന്ന മനുഷ്യരുടെ ഹജ്ജിന് സാധിക്കും. അപ്പോൾ യാത്രാത്തിന്റെ ഒരാൾ വന്ന് നാട്ടുകൊണ്ടെത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ വല്ലാതെ തവക്കുലാക്കിയ വ്യക്തിയാണ്. ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ടവരെ സമീപത്തില്ലെന്നു. ബഹുമാനപ്പെട്ടവരോട് സംഗതി പറഞ്ഞു. മഹാനവர்கள் ഉടനെ തന്നെ ഒരൊറ്റ ദുആ, അപ്പോൾ തന്നെ രോഗം മാറിപ്പോയി. ആ അമീറായ മനുഷ്യൻ ഹജ്ജിന് വേണ്ടി യാത്ര പോകാൻ ആവശ്യമായ വാഹനം, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനെയുള്ള ഭക്ഷണം മുഴുവനും നേതാവ് പാസാക്കി കൊടുത്തു. അത് കിട്ടി. സന്തോഷത്തോടെ ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്യുകയാണ്. ഇങ്ങോട്ട് ഇടപാട് നന്നാക്കിയാൽ നമ്മളങ്ങോട്ടും ഇടപാട് നന്നാക്കും. സഹോദരന്മാരെ,
നിങ്ങൾ ചിന്തിക്കുക, എന്നിവന് കിട്ടിയ വിവരമാണ്. ആര് നമ്മളുമായുള്ള ഇടപാട് നന്നാക്കിയോ അവനുമായുള്ള ഇടപാട് നമ്മൾ നന്നാക്കും. നമ്മളെ മേൽ തവക്കുലാക്കി നമ്മിൽ സമർപ്പിച്ച് കൃത്യമായി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഒഴിക്കേണ്ടതൊക്കെ ഒഴിച്ച് രസവയോടെ ജീവിക്കാൻ തയ്യാറുണ്ടോ? കൊടുക്കണം റബ്ബുണ്ട് കേട്ടോ. ദുനിയാവിലും കൊടുക്കാൻ റബ്ബുണ്ട്, ആഖിറത്തിലും കൊടുക്കാൻ റബ്ബുണ്ട്. സുബ്ഹാനല്ലാഹ്. അതിന്റെ പുറമെമാനവർക്ക് ഉറക്കിൽ തന്നെ വിവരം കിട്ടി. നിങ്ങളുടെ സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ നമ്മൾ വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട്. വിവരമറിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് ധാരാളം സ്തുതിച്ചു. ഹജ്ജും കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോൾ മക്കൾ സ്വീകരിക്കാൻ ചെന്നു. ചെറിയ പിഞ്ചു കുട്ടിയില്ലേ, അഥവാ ആ മക്കളെ കൂട്ടത്തിൽ ചെറിയൊരു പെൺകുട്ടി. ബാപ്പ പോകട്ടെ, ബാപ്പയല്ല ഭക്ഷണം തരുന്ന തള്ളയാണ്, ബാപ്പ നമുക്ക് ഭക്ഷണം കൈമാറുന്നവരാണ് എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ആ കുട്ടിയെ ബഹുമാനപ്പെട്ടവരെ തിരിച്ചു വന്നപ്പോ കണ്ടപ്പോൾ പിടിച്ച് അണച്ചുകൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ചില ജനങ്ങളുള്ള ചെറിയവർ വലിയ ജനങ്ങളാണ്. അല്ലാഹുവിന്റെ നോട്ടം നിങ്ങളിൽ ആർക്കാണ് പ്രായം കൂടുതലുള്ളതെന്നല്ല, നിങ്ങൾ ആർക്കാണ് സമ്പത്ത് കൂടുതലുള്ളതെന്നല്ല, നിങ്ങളിൽ ആരാണ് വലിയവരായി കാണുന്നവരെന്നതല്ല. നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ അറിഞ്ഞവൻ, ആരാണ് അല്ലാഹുവിൽ വിശ്വസിച്ചവൻ, ആരാണ് അല്ലാഹുവിൽ സമർപ്പിച്ചവൻ. നിങ്ങൾ അല്ലാഹുവിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. അവന്റെ മേൽ എല്ലാം തരമേൽപ്പിക്കുക. അവന്റെ മേൽ തരമേൽപ്പിച്ചവൻ അവന് അല്ലാഹു മതി. അവിടെ വെച്ച് വന്നപ്പോൾ പറഞ്ഞ വാചകമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈമാനുള്ള മനുഷ്യർ അല്ലാഹുവിലേക്ക് തരമേൽപ്പിച്ചവരാകാം. എന്ത് പ്രശ്നം വന്നാലും അല്ലാഹ്, എന്ത് സന്തോഷം വന്നാലും അൽഹംദുലില്ലാഹ്, എന്ത് ദുഃഖം വന്നാലും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ ചിന്തയിൽ നമ്മുടെ കൽബിലേക്കണം. ഈമാനുള്ള മനുഷ്യൻ അവനാണ് വിജയം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിജയികളുടെ ഒന്നാമത്തെ സവിശേഷത ഉറച്ച ഈമാൻ. ഇപ്പോൾ ഞാൻ നിർത്തുന്നു. ഈമാനുള്ളവർക്കുള്ള ഇപ്പോൾ പറഞ്ഞു തീർന്നു. കേൾക്കണം. ബാക്കി കാര്യങ്ങൾ നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോഴും മുറുകെ പിടിക്കാതിരിക്കും. ഞാനത് പറഞ്ഞു തന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നും. പക്ഷേ നിങ്ങൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടാൽ അത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തും. എപ്പോഴും കേൾക്കുന്നതാകുമ്പോൾ ആർക്കെങ്കിലും നമുക്ക് അറിയുന്നതിനെ തോന്നും. നമ്മളതിനെ ഉൾക്കൊണ്ടാൽ ഫലം ലഭിക്കും. جعل الله له من كل ضيق مخرجا ومن كل هم فرجا ورزقه من حيث لا يحتسب. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, പടച്ചവനോട് മനസ്സറിഞ്ഞ് മാപ്പ് ചോദിക്കുന്ന ദിക്ർ, പടച്ചവനോട് മനസ്സറിഞ്ഞ് മാപ്പ് പറയുന്ന ദിക്ർ, അതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അത് വെറുതെ മനസ്സുകൊണ്ട് നാവുകൊണ്ട് പാടിയാൽ പോരാ. നാവുകൊണ്ടത് പാടിയാൽ പോരാ. മനസ്സിന്റെ അടിത്തട്ടിൽ അതിന്റെ അർത്ഥം ചിന്തിച്ച് പറയണം. അസ്തഗ്ഫിറുല്ലാഹ്.